ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. 73 പേജ് നമ്പർ 73. रत्नाकर को आश्चर्य हुआ. साधु निडर होकर बोल रहा था. रत्नाकर कुछ डर गया. वो कहने लगा, मैं यह काम कैसे छोड़ दूँ? बूढ़ा बाप है, बूढ़ी माँ है, स्त्री है, बेटा है, इन सबका पालन मैं कैसे करूँ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ കൊല്ലരുത്, കൊന്നാൽ ആ പാപം നീയും കൂടെ അനുഭവിക്കേണ്ടി വരുന്നതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ രത്നാകർ ആശ്ചര്യത്തോടെ ചിന്തിക്കുകയാണ്. കാരണം ഈ സന്യാസിക്ക് യാതൊരു പേടിയുമില്ല അദ്ദേഹത്തെ. മറ്റ് എല്ലാവരും പേടിക്കുന്ന അദ്ദേഹത്തിന് പേടിയില്ല അല്ലേ? അതുകൊണ്ട് തന്നെ രത്നാകർ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ടോ സാധു നിഡർ ഹോക്കർ ബോൾ റഹാത്ത, യാതൊരു പേടിയില്ല. നിഡർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഫിയർ ആണ് അല്ലേ? ഫിയർലെസ്, അതാണ് നിഡർ ഹോക്കർ ബോൾ റഹാത്ത. സന്യാസി യാതൊരു പേടിയില്ലാതെ പറയുന്നത് കണ്ടപ്പോൾ രത്നാകർ അത്ഭുതപ്പെട്ടു പോയി. രത്നാകർ കുച്ച് ഡർ ഗയ, അദ്ദേഹത്തിന് ഭയം ഉണ്ടായി. ഇതുവരെ ആരെയും ഭയപ്പെടാത്ത രത്നാകറിന് ഈ സന്യാസിയിൽ ഒരു ഭയം ഉണ്ടായി. എന്നിട്ടോ കഹനെ ലഗ, അദ്ദേഹം സന്യാസിയോട് പറയുകയാണ്. കഹനെ ലഗ എന്ന് പറഞ്ഞാൽ ഹി സ്റ്റാർട്ടഡ് സേയിങ്, മേ യേ കാം കൈസെ ഛോഡ് ദൂ, ഹൗ ക്യാൻ ഐ ലീവ് ദിസ് ജോബ് അല്ലേ? എനിക്കെങ്ങനെ ഈ ജോലി വിടാൻ പറ്റും? ബൂഢാ ബാപ്പ് ഹേ, വീട്ടിൽ വയസ്സായ അച്ഛനുണ്ട്. ബൂഢി മാ ഹേ, വയസ്സായ അമ്മയുണ്ട്. സ്ത്രീ ഹേ, ഭാര്യയുണ്ട്. ബേട്ടാ ഹേ, മകനുണ്ട്. ഇൻ സാബ് കാ പാലൻ മേ കൈസെ കരൂ, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ പോറ്റും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ രത്നാകറിനോട് ഈ കൊല അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും തട്ടിപ്പറിക്കുന്നതും നിർത്താൻ വേണ്ടിയാണ് സന്യാസി പറഞ്ഞത്. അപ്പോഴാണ് അയാൾ പറയുന്നത്, അയാൾക്കറിയുന്ന ഒരേ ഒരു തൊഴിൽ ഇതാണ്, തട്ടിപ്പറിക്കൽ അല്ലേ, റോബറി. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് ഞാൻ ഈ പൈസ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇത് വേണ്ടെന്ന് വയ്ക്കും എന്നാണ് അദ്ദേഹം, എങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ സാധു പറയുന്ന മറുപടി എന്താണെന്ന് നോക്കാം. സാധു, तो क्या वे लोग तुम्हारा पाप बांट लेंगे? ശരി, നീ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കൊലപാതകമൊക്കെ നടത്തുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ तो क्या वे लोग तुम्हारा पाप बांट लेंगे? അവരും നീ ചെയ്യുന്ന പാപം അവരും ഏറ്റെടുക്കുമോ? ആ പാപത്തിൻ്റെ ഒരു പങ്ക്, അല്ലെങ്കിൽ ആ പാപം പങ്കിട്ടെടുക്കാൻ അവർ തയ്യാറാണോ? നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഒരു പങ്ക് വഹിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു രത്നാകർ. ക്യൂ നഹി, എന്തുകൊണ്ടില്ല? ഞാൻ എന്ത് പാപം ചെയ്യുന്നോ അതെൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പാപം വന്നാലും അത് അവരും കൂടെ സഹിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യൂ നഹി, ഉന്നി കെ ലിയെ തോ മേ ऐसा काम करता हूँ. ഉന്നി കെ ലിയെ എന്ന് പറഞ്ഞാൽ ഫോർ ദം അല്ലേ? അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പാപങ്ങളൊക്കെ അവരും ഏറ്റെടുക്കും എന്നാണ് രത്നാകരൻ പറയുന്നത്. അപ്പോൾ സാധു, നഹി പാപ് कोई नहीं लेगा, जाकर तुम मुझसे पूछ लो, अगर वे पाप बांट ले तो मुझे मारो. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷുവറായിട്ടും ഒരിക്കലും തന്നെ അവർ നിൻ്റെ പാപം ഏറ്റെടുക്കില്ല. നിൻ്റെ ഭാര്യ ആയാലും ശരി, അമ്മയായാലും ശരി, അച്ഛനായാലും അല്ലേ? നഹി പാപ് കോയി നഹി ലേഗ, ആരും നിൻ്റെ പാപം ഏറ്റെടുക്കില്ല. ജാക്കർ തും മുൻസേ പൂച്ച്ലോ, അങ്ങനെ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ, യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് അല്ലേ, ടു ആസ്ക് ദം. നീ അവരോട് പോയി ചോദിക്കൂ, അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മകനോടും ഒക്കെ പോയി ചോദിക്കൂ, നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവരും കൂടെ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന്. അഗർവേ പാപ് ബാണ്ടിലേ തോ മുജേ മാറോ, ഇനി അവരെല്ലാവരും ആ പാപം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നീ എന്നെ വന്നിട്ട് കൊന്നോളൂ എന്ന് മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് മിസ് ഇന്ന് പഠിപ്പിക്കുന്നത്. മക്കൾ ഇത്രയും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ, ഇത്രയും ഭാഗത്തിൻ്റെ മീനിങ്സും മിസ് തരും. പിന്നെ വൈകുന്നേരം
ദിവാലി എന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെസൻ്റെ ക്ലാസ് ടെസ്റ്റ് മിസ് നടത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തേക്ക് ദിവാലി എന്നുള്ള ലെസൺ നന്നായി പഠിച്ച് റെഡിയായി നിൽക്കുക. ഓക്കെ, നമഃശിവായ. ആ ദിവാലി എന്നുള്ള കവിത ആദ്യത്തെ 4 ലൈൻസും പഠിക്കണം. ഓക്കെ, നമഃശിവായ.